ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ. രക്ഷയ്ക്കാരെന്നുള്ളതാണ് ചോദ്യം. ജനങ്ങൾക്ക് സർക്കാരിൽ വന്യജീവികളിൽ നിന്നുള്ള സംഘർഷ വിഷയത്തിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണോ? PV അൻവർ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ, ഒപ്പം മരിച്ച രാധയുടെ ബന്ധു കാപ്പി വിളവെടുപ്പ് സ്ഥലത്തിൻ്റെ ഉടമയാണ്. ഇവിടെ വെച്ചാണ് രാധ ആക്രമിക്കപ്പെട്ടത്. P. ഇസ്മയിൽ യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി, CK ശശീന്ദ്രൻ CPM പ്രതിനിധി, അഡ്വക്കേറ്റ് K. ഉല്ലാസ് ബാബു BJP പ്രതിനിധി, N. ശശീന്ദ്രബാബു വന്യജീവി സംരക്ഷകൻ എന്നിവരാണ് നമുക്കൊപ്പം പാനലിൽ. ആദ്യം ഞാൻ കോപ്പിയിലേക്കൊന്ന് പോയി വരാം. കോപ്പി, ഇതാദ്യമായിട്ടാണോ ഈ ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലുള്ള ഈ എസ്റ്റേറ്റിൽ വന്യമൃഗ ശല്യം ഉണ്ടാവുന്നത്? ആദ്യമായിട്ടാണ് അവിടെ വന്യജീവി അറിയുന്നത്. അതെ, കടുവ ഇറങ്ങുന്നത് ആദ്യമായിട്ടെന്നാണോ? മറ്റ് വന്യജീവികൾ ഇവിടെ ഇറങ്ങിയിരുന്നോ നേരത്തെ? മറ്റ് ജീവികൾ ആന ശല്യമുണ്ട്, കടുവ ശല്യങ്ങളുണ്ട്, എല്ലാ ശല്യങ്ങളുണ്ട്. പക്ഷേ മനുഷ്യനെ പിടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പും കടുവയോ പുലിയോ കാട്ടുപോത്തോ ആനയോ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഓ, ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മളെ വീട്ടിലെല്ലാം ആന ഇറങ്ങിന്. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തെല്ലാം ആന വന്നാ. ഇന്ന് ഈ രാധ കാപ്പി വിള എടുക്കാൻ പോകുന്ന സമയത്താണ് കടുവയെ ആക്രമിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എപ്പോഴാണ് കോപ്പി വിവരം അറിയുന്നത്? എങ്ങനെ ആക്രമിച്ചു എന്നാണ് കോപ്പി മനസ്സിലാക്കുന്നത്? വിവരം അറിയുന്നതെന്ന് പറഞ്ഞ ഒരു പത്രയായി. പത്ര സമയത്ത് ടെൻഡർ ബോൾട്ട് മലയുടെ ചുറ്റി വരുന്ന സമയത്ത് അവിടെ കുറച്ച് ചോരയും ഒരു കത്തിയും ചെരുപ്പും കണ്ട്. അത് കണ്ടപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലേക്ക് അവർ വന്ന് ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ, അവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ സ്ഥലത്ത് നമ്മളും കൂടി പോയി. ടെൻഡർ ബോൾട്ട് കൊടുത്ത് അവർ അവിടെ ചെന്ന് നോക്കുമ്പോൾ പുലിയുടെ കാൽപ്പാട് കാണുന്നുണ്ട്, അവളുടെ കത്തിയും ചെരുപ്പും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ പറമ്പിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് പിടിച്ചത്. അത് കാട്ടിലായിരുന്നോ ഈ രാധയുടെ മൃതദേഹം കിടന്നിരുന്നത്, അതോ നമ്മുടെ എസ്റ്റേറ്റിൽ തന്നെയായിരുന്നോ? അല്ലല്ല, കാട്ടിലേക്ക് എസ്റ്റേറ്റ് നമ്മളെ പറമ്പിന്ന് പിടിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയത്. ഓക്കെ, കിട്ടുന്ന സമയത്ത് ഇത് രാധയാണെന്ന് മനസ്സിലായിരുന്നോ? 50 മീറ്റർ അകലത്തേക്ക് വലിച്ചു. രാധയാണെന്നുള്ളത് മനസ്സിലായത് ചെന്നതിൻ്റെ കണ്ടതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. അതായത് കടുവ ഈ കാപ്പിത്തോട്ടത്തിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നിരിക്കണം. രാധ വന്നു, രാധയെ ആക്രമിച്ചു, ശരീരത്തിൻ്റെ ഒരു ഭാഗം ഈ നരഭോജി കടുവ ഭക്ഷിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അത് കാട്ടിന്ന് കടുവ കാട്ടിലാണ് ഉള്ളത്. കാട്ടിന്ന് വന്ന് ഇറങ്ങിയ സമയത്താണ്, പറമ്പിലേക്ക് ഇറങ്ങിയ സമയത്താണ് പിടിക്കുന്നത്. ആ സമയത്ത് മറ്റു തൊഴിലാളികൾ ആരും ഉണ്ടായിരുന്നില്ലേ അവിടെ കോപ്പി? ഇല്ല, ഓൾ ഒറ്റയ്ക്കേ വന്നിട്ടുള്ളൂ. പിടിച്ച ഉടനെ തന്നെ ഈ കാട്ടിലേക്ക് അല്ലേ? ആ നിലവിളി ഒന്നും ആരും കേട്ടതുമില്ല. ആരും കേട്ടില്ല, നിലവിളിച്ചിട്ടോ ഒന്നുമില്ല. നമ്മൾ അവിടെ തന്നെ പറമ്പിൽ കാപ്പി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിളിക്കോ ഒന്നും ഒരു ഒച്ചയും കേട്ടിട്ടില്ല. ഈ കോപ്പി, ഈ വനത്തിൽ നിന്ന് എസ്റ്റേറ്റിനെ വേർതിരിക്കാൻ എന്തെങ്കിലും സൗരോർജ്ജ വേലിയോ ട്രെഞ്ചോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫെൻസിങ്ങുകളോ എന്തെങ്കിലും സുരക്ഷാ വേലി മാർഗങ്ങളോ അവിടെ ഉണ്ടോ? ഉണ്ട്. ഷോക്ക് ലൈനുണ്ട്. അതിന് പകല് ഷോക്കില്ല. ആ ഷോക്ക് ലൈൻ വന്ന് വിട്ടിട്ട് ഒരു 10-15-20 മീറ്ററിൻ്റെ പുറത്ത് വെച്ചാണ് പിടിക്കുന്നത്. ഷോക്ക് ലൈനിൻ്റെ ഉള്ളിൽ വെച്ചിട്ടല്ല, പുറത്ത് വെച്ചിട്ടാണ് പിടിക്കുന്നത്. അതായത് ഒരു വന്യജീവിക്ക് ഈ ഇല്ലാതെ തന്നെ വേലി മറികടന്ന് ഈ എസ്റ്റേറ്റിലേക്ക് വരാൻ കഴിയും, അല്ലേ? ഓ കഴിയും. എന്താണ് കോപ്പി നിങ്ങളുടെ ആവശ്യം സർക്കാരിൽ നിന്ന്? സംഭവിച്ചു. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറെ ആൾക്കും സംഭവിക്കാതിരിക്കണം. അതിനുള്ള സംവിധാനം സർക്കാർ ചെയ്യണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ ഇത് സംഭവിച്ച പോലെ വേറെ ഒരു മനുഷ്യനും അത്
ഇനി മേലാൽ അങ്ങോട്ട് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത് നമ്മളെ വീട്ടിലേക്ക് ഒരു വഴി സൗകര്യമോ ഒരു റോഡ് സൗകര്യമൊന്നും കാര്യമായിട്ടില്ല. അതും കൂടി പരിഹരിച്ച് തരണം. ഒരു വണ്ടി രാത്രിക്ക്, നമ്മളൊരു രോഗിയാണ്, വണ്ടി രാത്രിക്ക് വരണമെങ്കിലോ പോകണമെങ്കിലോ ഈ പ്രിയദർശന എത്തിയല്ലേ റോഡ് അങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഒരു വണ്ടി വിളിച്ചാലോ വരുമില്ല. അങ്ങനെയുള്ള സംവിധാനമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് ആനയും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങാറുണ്ടോ അവിടെ? ഓ, ഇടയ്ക്കിടയ്ക്ക് ആനയും കാട്ടുപോത്തും ഇതാ നമ്മളെ പറമ്പ് കൂടെ വീട്ടിൻ്റെ അടുത്ത് വരായിക്കൊല്ല ആനയെല്ലാം എത്തിയതാണ്. ഭയപ്പാടോടു കൂടിയാണ് ജീവിക്കുന്നത് അല്ലേ? ലോക്കലതിന് പിന്നെ അതെ, ഭയപ്പാട് ഏത് സമയം ഭയപ്പാട്, രാത്രിയും പോകലും. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. പറമ്പിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പറമ്പിൽ പോയിട്ട് തിരിച്ചു വരാം. പി വി അൻവർ നമുക്കൊപ്പം ചേരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററാണ്. പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഒരു ജീവൻ കൂടി പൊലിയുന്നു. സർക്കാർ 11 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പതിവ് പോലെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു. ഇത്തരം ഫെൻസിങ്ങും സൗരോർജ്ജ വേലികളും ഒക്കെ സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. കോതമംഗലത്ത് കുട്ടൻപുഴയിൽ നമ്മളത് കണ്ടതാണ്. എൽദോസിൻ്റെ മരണത്തിലും ഇതേപോലെ സർക്കാർ ഇടപെടുന്നത് കണ്ടതാണ്. പക്ഷേ ഇടപെടലുകളൊന്നും ഫലം കാണുന്നില്ല. നാട്ടിൽ സ്വൈരവിഹാരം നടത്തുകയാണ് വന്യജീവികൾ. സർക്കാരിന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലേ ശ്രീ പി വി അൻവർ? അല്ല, അവസാനം പറഞ്ഞതാണ് അതിൻ്റെ ശരി. സർക്കാരിന് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല എന്നത് ഒരു തരത്തിൽ നമുക്കൊരു വസ്തുതയായി കാണാമെങ്കിലും 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട്, അതിൽ കൃത്യമായി പറയുന്ന ചില സെക്ഷൻസ് ഉണ്ട്. അനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് മനുഷ്യനെ കയറി ആക്രമിച്ചാൽ അതിനെ കൊന്നുകളയാനുള്ള നിയമം ഈ 1972 വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഞാനത് താങ്കളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന വിഷയം, അതെ 11(a). അപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ അമെൻമെൻറ്റ് വേണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ആക്ട് ചെയ്യാൻ ഈ പറയുന്ന 1972 ഈ ആക്ട് അതിന് അധികാരം നൽകുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്, ആ ആക്ട് അനുസരിച്ച് ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തം സർക്കാർ നിർവഹിക്കുന്നില്ല. ഒന്നാമത് എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഫോറസ്റ്റ് മന്ത്രിയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അപേക്ഷിക്കാനുള്ളത്, ആദ്യം ഇവർ 1972 ഈ ആക്ട് ഒന്ന് വായിച്ചു നോക്കണം. ഈ പറയുന്ന അനിമലിനെയും ഈ പറയുന്ന എൻവയോൺമെൻറ്റിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു മേഖലയിൽ ഈ പറയുന്ന വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നിയമപരമായിട്ട് കൊല്ലാൻ അധികാരമുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റ് ആക്ട് 1972 വാസ് എനാക്റ്റഡ് ടു പ്രൊവൈഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് അനിമൽസ്, ബേർഡ്സ് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ഫോർ ദ മാറ്റേഴ്സ് കണക്റ്റഡ് ദർ വിത്ത് ദ ആൻസിലറി ഓർ ഇൻസിഡൻ്റൽ thereto with a view of ensuring the ecological and environmental security of the country. Okay. Captive animal under Wildlife Protection Act 1972 has been defined in 2(5) as any animal specified in the schedule 1, 2, 3 or 4 which is captured or kept or bred in captivity. Wild animal is defined 236 as any animal specified in schedules 1 to 4 and found wild in nature. Okay. Wildlife Protection Act 1972 also permitted, ഇവിടെയാണ് ഇതിൻ്റെ കാര്യം, permitted hunting and killing of a wild animals when it became dangerous of human life under section 11 of the WLP Act. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് പി വി അൻവർ. ഇതേപോലെ 2018 മഹാരാഷ്ട്രയിലെ പണ്ടർകൗഡയിൽ വെച്ച് അവനി എന്നു പേരുള്ള ഒരു കടുവയെ കൊന്നു. 13 മനുഷ്യരെയായി ഈ കടുവ കൊന്നത്. അതിനെ വെടിവെച്ച് കൊല്ല 60% മനുഷ്യജീവൻ എടുത്തു, അതായത് ഭക്ഷിച്ചു. പക്ഷേ അന്ന് ഉത്തരവിട്ട DFOയ്ക്ക് കോടതി കയറേണ്ടി വന്നു.
അല്ല, അത് കോടതി കയറേണ്ടി വരുന്നത് എന്തിനാണ് ഇത് വെടിവെച്ചത് എന്ന് അവർ ചോദ്യം വന്നാൽ അത് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. കോടതി കയറിയത് കൊണ്ട് ഈ നിയമം പ്രാബല്യത്തിലല്ല എന്നല്ലല്ലോ. സംസ്ഥാന സർക്കാർ 72 ആക്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രം ചെയ്യാതെ ആ 72 ആക്ടിലെ പ്രൊവിഷൻസ് എടുത്തു വെച്ച് അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇച്ഛാശക്തി കാണിക്കണം. അത് ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കുന്നില്ല എന്ന് ആരാ പറയുന്നത് അറിയോ? രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ 2023 ഫെബ്രുവരി 18 നമ്മുടെ രാജ്യസഭാ MP പി സന്തോഷ് കുമാർ നടത്തിയ ഒരു മോഷന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നൽകിയ മറുപടി 1 മിനിറ്റ് അത് ഒന്ന് കേൾക്കണം കേരളത്തിലെ ജനങ്ങൾ. വൈഡ് ലെറ്റർ നമ്പർ DD നമ്പർ WL 17/24/2023 ഡേറ്റഡ് 18 ഫെബ്രുവരി 2023. ശ്രീ ഭൂപേന്ദ്ര യാദവ്, മിനിസ്റ്റർ എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാഡ് ഇൻഫോംഡ് ശ്രീ പി സന്തോഷ് കുമാർ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, രാജ്യസഭ, ആസ് ഫോളോസ്. ഇനിയാണ് കാര്യം നമ്മൾ കേൾക്കേണ്ടത്. പ്ലീസ് റെഫർ ടു ദ സ്പെഷ്യൽ മെൻഷൻ റേസ്ഡ് ബൈ യു ഓൺ 8 ഫെബ്രുവരി 2023 in Rajya Sabha regarding the need for addressing the human life conflict in Kerala. I would like to inform you that management of a wildlife is a primary responsibility of the state government. Management of wildlife is a primary responsibility of the state government. Under the provisions of Wildlife Protection Act 1972, the Chief Wildlife Warden of the state has the powers to take measures to address the human-animal conflict, including grant of permission for hunting of animals that have become dangerous to human life or property. ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. The ministry has also issued advice to the state government on management of human-wild conflict, as the matter raised by you is within the purview of the state government. The ministry has requested the Chief Wild Warden, Kerala, to take necessary action in this regard. ഭൂപേന്ദ്ര യാദവ് കേന്ദ്രമന്ത്രി വളരെ കൃത്യമായി, മാത്രമല്ല അരുൺ, ഈ മിനിസ്റ്റർ തന്നെ നമ്മുടെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് വയനാട്ടിൽ വന്ന സമയത്ത് കർഷകർ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ ഇതേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. 1972 ഈ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമമുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഇവിടുത്തെ വൈൽഡ് ചീഫ് വാർഡനാണ്. വ്യക്തമാണ്. പക്ഷേ നിയമത്തിന്റെ നൂലാമാലകളും കുരുക്കും കാരണം അത് ചെയ്യുന്നില്ല, ഇച്ഛാശക്തി കാണിക്കുന്നില്ല എന്നതാണ് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ പ്രൊവിഷൻ ഉണ്ടായിരുന്നിട്ടും അതെടുത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് മറുപടി കൂടി ഒന്ന് കേട്ടുവരാം. CPM പ്രതിനിധി നമുക്കൊപ്പമുണ്ട്, മുൻ MLA CK ശശീന്ദ്രൻ. CK ശശീന്ദ്രൻ, ജനങ്ങളെ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ വന്യമൃഗങ്ങളുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണോ? ഇപ്പോൾ PV അൻവർ സൂചിപ്പിച്ചതുപോലെ 1972 നിയമത്തിനെ നമ്മൾ കുറ്റം പറയുമ്പോഴും ഭേദഗതി വേണമെന്ന് പറയുമ്പോഴും അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് വൈൽഡ് ലൈഫ് വാർഡന് കൃത്യമായ നിർദ്ദേശം കൊടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനിയും എത്ര ജീവൻ എടുക്കണം എന്നതാണ് ചോദ്യം. കേന്ദ്ര വനനിയമം അതിനകത്ത് മാറ്റം വരുത്തണമെന്നത് കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുത്തതാണ്. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. അതിനർത്ഥം ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനുമെല്ലാം ഇതിനകത്ത് ഒട്ടേറെ പോരായ്മകളുണ്ടെന്നും അത് കേന്ദ്രം കൺകറൻറ്റ് ലിസ്റ്റിലാണ് വനമുള്ളത് കൊണ്ട് കേന്ദ്രത്തിൻ്റെ കൂടി ഇടപെടൽ അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് കേരളത്തിൻ്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ വന്യജീവി ആക്രമണം കൂടി വരുന്ന അന്തരീക്ഷത്തിൽ കേരള നിയമസഭ തന്നെ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ഇനി ഇന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അതിനൊട്ടേറെ ഗൈഡ് ലൈൻ വേറെയുണ്ട്. ഇത് ആക്ട് മാത്രമാണ്. അതിന് കമ്മിറ്റി ചേരണം, മറ്റു കാര്യങ്ങൾ വേണം, തൊട്ടേറെ കാര്യങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ രാധിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ നരഭോജിയായ കടുവയെ, എല്ലാ കടുവയും വെടിവെച്ച് കൊല്ലാനൊന്നും കഴിയില്ല, നരഭോജിയായ കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഗവൺമെൻറ് മണിക്കൂറുകൾക്കുള്ളിൽ പുറപ്പെടുവിച്ചു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഗവൺമെൻറ് ജാഗ്രതമായി ഇടപെട്ടുകൊണ്ടാണ്. മാത്രമല്ല ഈ മാനന്തവാടി ഉൾപ്പെടെയുള്ള വയനാടിൻ്റെ 2 അതിർത്തിയും കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വയനാടിനുള്ള സവിശേഷത കർണാടകവും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്.
കർണാടകൻ്റെ അതിർത്തിയും ഇഷ്ടംപോലെ വന്യജീവി സങ്കേത കേന്ദ്രങ്ങളാണ്. തമിഴ്നാടിൻ്റെ അതിർത്തിയും നാഗർഹോളയും ബന്ദിപ്പൂരൊക്കെ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേത കേന്ദ്രങ്ങളാണ്. അവിടുന്ന് കടുവയും ആനയും ഒക്കെ ഇഷ്ടം പോലെ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് പെട്രോളിംഗ് ശക്തിപ്പെടുത്താൻ മന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് അക്കാര്യത്തിൽ. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ എനിക്കിതാണ് അതിനൊരു സംശയം ഉണ്ടാവുന്നത്. ഒരു മരണം നടക്കുമ്പോൾ പെട്ടെന്ന് വനംവകുപ്പ് മന്ത്രി അങ്ങ് ഉണരുന്നു, പെട്രോളിംഗ് നടത്താനായിട്ട് ഉത്തരവിടുന്നു, ഫെൻസിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതെല്ലാം അറിയേണ്ടതല്ലേ? ഈ സൗരോർജ്ജ വേലി പലയിടത്തുമില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന കോപ്പി തന്നെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആന വന്ന് നിന്ന് ചിഹ്നം വിളിക്കുകയാണ്. കടുവ വന്ന് അദ്ദേഹത്തിൻ്റെ കാപ്പിത്തോട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകയെ കാട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയി 30% ഭക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഇത് ലഘൂകരിക്കേണ്ടതെന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും വനംവകുപ്പ് നടത്തുന്നില്ലേ? ഈ സൗരോർജ്ജ വേലിയും ഫെൻസിങ്ങും ട്രെഞ്ചിങ്ങും കോതമംഗലത്തെ കുട്ടമ്പുഴയിൽ എൽദോസ് മരണപ്പെട്ടപ്പോഴും ഇതേപോലെയാണ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഒരു മരണം നടക്കുന്ന സമയത്ത് 24 മണിക്കൂർ മാത്രം പ്രതികരണശേഷിയുള്ള ഒരാളായി നമ്മുടെ സംസ്ഥാനത്തെ വനംവകുപ്പ് മന്ത്രി മാറുകയാണോ? അങ്ങനെയൊന്നുമല്ല. വയനാട്ടിൻ്റെ അനുഭവം വെച്ച് ഞങ്ങൾ പറയാം. വയനാട്ടിലെ 3 മണ്ഡലത്തിലും, കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി 3 മണ്ഡലത്തിലും വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടി ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഒരു ജനകീയ കമ്മിറ്റി തന്നെ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ഞാൻ ആ കമ്മിറ്റിയിൽ ഒരംഗമാണ്. MLA മാരുണ്ട്. എല്ലാവരും കൂടി ചേർന്നുള്ള ജനകീയ കമ്മിറ്റിയുണ്ട്. അവർ വയനാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് DFOമാരോടെല്ലാം ആവശ്യപ്പെട്ട് 3 മണ്ഡലത്തിലെയും വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി കേരളത്തിലെ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ മാനന്തവാടി മണ്ഡലത്തിൽ അവിടുത്തെ MLA മന്ത്രി കൂടിയാണ്. അദ്ദേഹം 2 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് വിവിധ പദ്ധതികളുടെ പേരൊന്നും ഞാനിവിടെ വായിക്കുന്നില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും മുന്നറിയിപ്പ് സംവിധാനം ഈ കോപ്പിയുടെ ഈ പ്രിയദർശിനി തോട്ടത്തിൽ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രാധയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റിയേനെ. അവിടെ തണ്ടർബോൾട്ട് സംഘങ്ങൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. ഇങ്ങനൊരു കടുവയുടെ സാന്നിധ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ട് അറിയാതെ പോയി? അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. മുന്നറിയിപ്പ് കൊടുക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തോട് 100% യോജിപ്പാണ്. നമുക്ക് ഏറ്റവും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങളടക്കം ഒരുക്കാതിരിക്കുമ്പോഴാണ് ആളുകൾക്ക് ഈ പരിഭ്രാന്തി ഉണ്ടാവുന്നത്. ഞാൻ തിരിച്ചു ഉല്ലാസ് ബാബുലേക്ക് പോകുന്നു. ഉല്ലാസ് ബാബു, ഈ 1972 കേന്ദ്ര വന നിയമത്തിന്റെ ഭേദഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഈ വന്യജീവി സംഘർഷം ഇത്രയധികം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു നെറേറ്റീവ്. ഭേദഗതി തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം വഴങ്ങുന്നില്ലെന്നത്രേ. ഈ മരണത്തിന് പിന്നിൽ 1972 വന്യജീവി നിയമം ഭേദഗതി ചെയ്യാതിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനും ഒരു ഉത്തരവാദിത്വമുണ്ടോ? ശ്രീ അരുൺകുമാർ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വിഷയം നടക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം പറയേണ്ട വിഷയങ്ങളുണ്ടാവും. പ്രായോഗികത ചെയ്യാത്തതിന്റെ പേരിൽ തെറ്റുപറ്റുന്ന സമയത്ത് ന്യായീകരിക്കുന്ന വിഷയങ്ങളുണ്ടാവും. ഇവിടെ ഇപ്പൊ കേരള സർക്കാർ ചെയ്യുന്ന ഒരു ന്യായീകരിക്കുന്ന സ്വഭാവമാണ്. എത്ര ആളുകൾ മരിച്ചു, അരുൺകുമാറിനെ വിളിച്ചു, 10 ലക്ഷം രൂപയും ജോലിയും കൊടുക്കുന്ന ഒരു പുതിയ രീതി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവരെന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത്? ഒരു മന്ത്രി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി, വിഷമം തോന്നുന്ന ഭാഷ പറയുന്നത്, ഒരു അറിവുകേടിന്റെ ഏറ്റവും വലിയൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം ഈ സമൂഹത്തിനോടില്ലാത്തൊരു വ്യക്തി കേരളത്തിലുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ശരി, നമുക്ക് നിയമം മാറ്റണം, അല്ലെങ്കിൽ നിയമത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം, അമെൻഡ് ചെയ്യണം, ഒക്കെ നമുക്ക് പറയാം. ഈ വിഷയം എന്താ? എത്ര കിലോമീറ്റർ നമ്മുടെ അതിർത്തിയും ജനവാസ മേഖലയും കാടും തമ്മിലുള്ള അതിർത്തി എത്ര കിലോമീറ്റർ ആണ്? ആ കിലോമീറ്ററിൽ ഇവർ ഇത്ര കാലമായിട്ട് എത്രയാണ് ഫെൻസ് ചെയ്തിട്ടുള്ളത്? ഓൺലി 3000 കിലോമീറ്ററാണ് ഇവർ ഫെൻസ് ചെയ്തിട്ടുള്ളത്. ഇനി 10000 കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് എടുക്കുന്നു. സ്വാഭാവികമായിട്ട് ഇവർ എന്താ ചെയ്യാൻ പറ്റാഞ്ഞത്? ഇവർക്ക് എന്താ അതിനുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്തത്? ഇവർക്ക് എന്താ അതിനത് പ്രാപ്തിയില്ലാത്തത്? 40% പോലും കേന്ദ്രം ഇതിന് കൊടുത്തിട്ടുള്ള പൈസയുടെ വിഹിതം ഇവർ ചെയ്തിട്ട് ചെലവാക്കിയിട്ടില്ലെന്ന്. ഇവർക്ക് അതൊന്ന് കൃത്യമായി ചെലവഴിച്ച് ആ കാര്യങ്ങൾ ഒരു ഭംഗിയായി ചെയ്യാൻ ഇവർക്ക് ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇവർ കാലം ഇത്രയായിട്ട് ഭരിച്ചിട്ടും അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഇവരുടെ കൂടെയില്ലേ? അതിനുള്ള കാഴ്ചപ്പാടില്ലാത്ത, തലയിൽ വെളിച്ചമില്ലാത്ത ആളുകളാണോ ഇവിടെ നയിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ചോദ്യം. ഓരോരുത്തരും അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫെൻസിംഗ് ഇട്ടാൽ മാത്രം പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുന്ന പ്രശ്നമല്ലല്ലോ ഉല്ലാസ് ബാബു. നോക്കൂ, എല്ലാവരും ആവശ്യപ്പെടുന്നത് മനുഷ്യജീവൻ അപകടകാരികളായ ജീവികളെ പോച്ച് ചെയ്യാനും അതിനെ ഹണ്ട് ചെയ്യാനുമുള്ള പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ ചോദിച്ചിരിക്കുന്നത് ഈ കാട്ടുപന്നി വെടിവെക്കാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അധികാരം പോലും അതെന്ത് അധികാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേന്ദ്ര വന നിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണല്ലോ. അതാണ് മാറ്റേണ്ടത്. അതിൽ 11(1)(a)യിൽ പറഞ്ഞിരിക്കുന്നത് പോലെ DFOയ്ക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്വം ഈ റേഞ്ച് ഓഫീസർമാർക്ക് കൊടുക്കുകയോ ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ ഈ കാര്യം കുറച്ചുകൂടി എളുപ്പമാവും. അത് ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നമുണ്ടാവുന്നത്.
ഡോക്ടർ അരുൺകുമാറെ, ഒരു മനുഷ്യ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യന് അല്ലെങ്കിൽ നമ്മുടെ ജീവനുകൾക്ക് പ്രയാസം വരുന്ന ഒരു വിഷയത്തിൽ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇപ്പോഴത്തെ നിയമത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാനത് നിയമം മാറ്റണ്ട എന്നുള്ളതല്ല കേട്ടോ, 100% മാറ്റണം. അതിൽ വേണ്ട എല്ലാ ഭേദഗതികളും വരുത്തണം. ഇതേപോലെയുള്ള വന്യജീവി ആക്രമണത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടിയേ പറ്റൂ. പക്ഷേ ഇത് കാഴ്ചപ്പാടില്ലായ്മ തന്നെയാണ്. ഇത് ഭരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ടെന്ന് ഈ മരിച്ചു വീണ ദിവസങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. എങ്ങനെ എന്ത് ചെയ്യണമായിരുന്നുവെന്നാണ് താങ്കൾ പറയുന്നത്? ഇത് ആ പ്രദേശത്ത് വരുന്നു, നേരത്തെ തന്നെ ശല്യമുണ്ടാക്കുന്ന കടുവയാണ്. നേരത്തെ ഒരു കടുവയെ കെണിവെച്ച് കഷ്ടപ്പെട്ട് പിടിച്ചാണ് കാട്ടിനുള്ളിൽ കൊണ്ടുവിട്ടത്. ഇത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വീണ്ടും നാട്ടിലോട്ട് വരും, ആടിനെ തിന്നും, പിന്നെ മനുഷ്യനെ തിന്നും. അപ്പോൾ ഇതിനെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടത് ഈ നിയമത്തിന്റെ പരിമിതിയാണ്. എന്നോടാണോ കോപ്പി അദ്ദേഹത്തിനോടാണോ? ഉല്ലാസിനോട്. ഹലോ, ഉല്ലാസിനോടാണ് ചോദ്യം. ഡോക്ടർ അരുൺകുമാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവരുടെ പെട്രോളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് ഇതിനൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത സർക്കാരായി എന്തുകൊണ്ടാണ് ഇവർ വരുന്നത്? അരുൺകുമാർ, ഒരു കാരണവശാലും ഇതിലൊരു രാഷ്ട്രീയമില്ല. ഇതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നോക്കൂ, മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം എത്ര പേർ അവിടുന്ന് പലായനം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇതിന്റെ പേടി കൊണ്ട് കൃഷി നശിച്ച് ആളുകൾ ഓടിപ്പോവുകയാണ്. ഇവിടെ ഒരു മേഖല അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു, ഒരു മേഖല ഇങ്ങനെ പ്രയാസം. സർക്കാർ എന്താ കൂടുതൽ ശ്രമിക്കുന്നത്? സ്വർണ്ണക്കൊന്ന വെച്ച് ഒക്കെയാണ്. ബഹുമാനായ പി വി അൻവറിനോട് ചോദിച്ചറിയാം. സ്വർണ്ണക്കൊന്ന വെച്ച് വളർത്തിക്കൊണ്ടിരിക്കുക. 10 ഏക്കറിൽ നിന്ന് 20 ഏക്കറിൽ നിന്ന് 40 ഏക്കറിൽ നിന്ന് ഇങ്ങനെ പ്ലാന്റേഷൻ ശൈലിയിലേക്ക് ഇതിനെങ്ങനെ മാറ്റിക്കൊണ്ട് ഈ വക തരത്തിലുള്ള വിഡ്ഢിത്തരമായിട്ടുള്ള പ്രവർത്തികൾ ഇങ്ങനെ നടമാടിക്കൊണ്ടിരുന്നിട്ട് നിയമം മാറ്റേണ്ടടുത്ത് നിയമം മാറ്റണം 100% ശരി. പക്ഷെ എന്തുകൊണ്ട് മാറ്റുന്നില്ല? കേരളത്തിൽ നമുക്കൊരു മന്ത്രി, 2 മന്ത്രിമാരുണ്ടല്ലോ. ആ 2 മന്ത്രിമാരൊന്ന് വാതുറന്ന് സംസാരിച്ച് പാർലമെന്റിൽ ഒന്ന് സംസാരിച്ച കേരളത്തിലെ അടക്കം കോൺഗ്രസിന്റെ അടക്കം മുഴുവൻ എംപിമാരും ആ ഭേദഗതിക്ക് അനുകൂലമായി നിൽക്കും. പക്ഷെ ആ മന്ത്രിമാർ പോലും മുൻപിട്ടിറങ്ങുന്നില്ല. ഒരു പൊതു ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഭാഷ ഉപയോഗിക്കേണ്ട. ഈ ശശീന്ദ്രൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ, എന്ന് ഈ സംവിധാനത്തിൽ വന്നു, അദ്ദേഹത്തിന് കഴിവില്ലെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കഴിവുമില്ലാത്തൊരു മന്ത്രി, വെറുതെ നമ്മുടെ ജനങ്ങളുടെ നികുതി പണം തിന്നു കൊഴുത്ത് നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണേണ്ട ഒരു ഗതികേട്, വിഷമമുണ്ട് എനിക്കൊരു ചർച്ചയിൽ ഇങ്ങനെ പറയപ്പെടുന്നത്. ഇതേപോലെയുള്ള പ്രാപ്തിയില്ലാത്തവന്മാരുടെ പ്രവൃത്തി കൊണ്ടാണെന്ന് ഈ ഗതികേടുകൾ ഇങ്ങനെ അനുദിനം മറ്റു ന്യൂനപക്ഷ ക്ഷേമത്തിന്റെയും മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിന്റെയും ഒക്കെ മന്ത്രിയായിട്ട് പോയിട്ടുണ്ടല്ലോ. അവർക്ക് ഈ കേന്ദ്ര നിയമത്തിന്റെ ഭേദഗതിയെ കുറിച്ച് ആവശ്യപ്പെട്ടു. ഒരു സംശയം വേണ്ട അരുൺകുമാർ, അതിൽ വരുത്തേണ്ട ഭേദഗതികൾ കൃത്യമായി പറയും. അരുൺകുമാർ അതിനകത്ത് രാഷ്ട്രീയമല്ല വേണ്ടതെന്ന്. ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശരി, എൻ ശശീന്ദ്രബാബു വന്യജീവി സംരക്ഷകൻ നമുക്കൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് മറ്റൊന്നാണ്. എൻ ശശീന്ദ്രബാബു, ഇതൊരു നരഭോജിയായ കടുവയാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ആ നരഭോജിയായ കടുവയെ വെടിവെച്ചു കൊല്ലാതെ എങ്ങനെയാണ് ഇനി സാധ്യമാവുക? നിങ്ങളടക്കം വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റുകൾ പലപ്പോഴും ഈ കടുവയെ വെടിവെക്കുന്നതിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നവരാണ്. ഇപ്പോൾ ഒരു മനുഷ്യജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് വയനാട്ടിലും ഇടുക്കിയിലുമെല്ലാം മനുഷ്യജീവൻ പൊലിയാതിരിക്കാൻ ചെയ്യേണ്ടത്? കടുവയെ വെടിവെച്ചു കൊല്ലാതെ മറ്റെന്തു മാർഗമാണുള്ളത്? കേന്ദ്ര വനനിയമത്തിലെ ഭേദഗതി ആവശ്യപ്പെടുന്നത് തന്നെ അപകടകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാനുള്ള അധികാരം ജനങ്ങൾക്ക് നൽകണം എന്നതിനു വേണ്ടിയാണ്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ ശശീന്ദ്രബാബു? നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യം വളരെ ഖേദകരവും വളരെ സങ്കടകരവുമാണ് ഇന്നത്തെ ദാരുണമായിട്ടുള്ള സംഭവം. അതിന് മുമ്പ് ഒരു പ്രജീഷിൻ്റെ വിഷയമുണ്ടായിരുന്നു. ഈ 2 വിഷയത്തിലും വളരെ സങ്കടവും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞാൻ പല ചാനലുകളിലും വാർത്തകളിലും കണ്ടു, ഉടനെ കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത്. എങ്ങനെയാണ് ഒരു മാൻ ഈറ്റർ, ഈ ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം അറിയേണ്ടത്, ഒരു മാൻ ഈറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിഫൈൻ ചെയ്യില്ലെങ്കിൽ അതിന് എങ്ങനെയാണ് നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തിയത്? ഒരു ടൈഗർ, അപ്പോൾ ഒരു ടൈഗറിൽ തന്നെ പല ഇതിലുണ്ട്. കാറ്റിൽ ലിഫ്റ്റേഴ്സ് ഉണ്ടാവാം, മാൻ ഈറ്റിംഗ്
മാനീറ്ററായി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ ഇരപിടി തേടി പിടിക്കാത്ത സാഹചര്യം, ഒരു കാറ്റ് ലിഫ്റ്റിങ്ങിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റൽ പ്രജീഷിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഒരു ആക്സിഡൻ്റൽ ഇഷ്യൂ ആണ്. അങ്ങനെ ഒരു ആക്സിഡൻ്റലായിട്ട് ഉള്ള ഒരു ഇഷ്യൂ, ഒരു പ്രശ്നമുണ്ടാകുന്നു, അത് വൈകാരികമായി നമ്മൾ എടുക്കുന്നു, അത് നരഭോജിയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഒരു മാനേറ്ററായി ഡിഫൈൻ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് NTC നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പറഞ്ഞിരിക്കുന്ന ഒരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ പ്രകാരം അതിനെ മോണിറ്റർ ചെയ്യുകയെ, അതിനല്ലെങ്കിൽ കൂടി വെച്ച് പിടിച്ച് അത് മാനേറ്റർ ആണെന്നുള്ള നിരീക്ഷിച്ച് അത് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അതിനെ ഹണ്ട് ചെയ്യാൻ നമുക്ക് പ്രൊവിഷൻ അനുവദിക്കുന്നുള്ളൂ. അതറിയാതെയാണ് പലരും പറയുന്നത്, ഈവൻ മിനിസ്റ്റർ വരെ പറയുന്നത് അതിനെ വെടിവെക്കാൻ അങ്ങോട്ട് ഉത്തരവിട്ടു, കളക്ടർ ഉത്തരവിട്ടു. ഒരിക്കലും സാധ്യമല്ല. കാരണം ആ നിയമം അനുവദിക്കുന്നില്ല. കാര്യം അത് നിയമ ഭേദഗതിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു വിഭാഗം ആളുകൾ ആ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്നില്ല. അല്ല, ഈ ഒരിക്കലും ആ നിയമ ഭേദഗതി പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ വയനാട്ടിൽ മാത്രമാണ് ഇത്തരം ദാരുണമായിട്ടുള്ള ഒരു സംഭവങ്ങൾ, ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിലെ ഏറ്റവും പീക്ക് അല്ലെങ്കിൽ ഹയസ്റ്റ് ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് കേരളത്തിൽ വയനാടാണ്. അപ്പോൾ നിങ്ങൾ ഈ വെടിവെച്ച് കൊല്ലലും കൂട്ടിലടയ്ക്കലും ഇല്ലെങ്കിൽ അതിനെ പിടിച്ച് ട്രാൻസ്ലൊക്കേഷനും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ളതിന് മുമ്പ് നിങ്ങൾ വയനാട്ടിലെ പ്രശ്നം എന്തുകൊണ്ട് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഒരു പീക്ക് സ്റ്റേജിൽ വന്നിരിക്കുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പീക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 15 കൊല്ലമാണ്. എന്തുകൊണ്ട് അത് പരിഹരിക്കാൻ മാറി വന്ന ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്നില്ല? ഞാൻ ഇവിടെ ഒരു ചെറിയൊരു കാര്യം പറയാം. 1901 75,149 ആൾക്കാരാണ് വയനാട് ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരുന്നത്. 2011 ഏകദേശം 8,17,000 ചില്ലാനും ആൾക്കാർ അവിടെ ജനങ്ങൾ ഉണ്ട് സെൻസസ് പ്രകാരം. അതേസമയത്ത് ഒരു ഞാൻ പറയാണ്, അതിൽ പ്രശ്നങ്ങൾ പറയാണ്. അതേസമയത്ത് ഫോറസ്റ്റ് കവർ 1950 മുതൽ 2021 വരെ 1950 മുതൽ 1980 വരെ നോക്കുകയാണെങ്കിൽ 1950 ഞാൻ താങ്കൾക്കൊരു മാപ്പ് അയച്ചു തന്നിട്ടുണ്ട്. 1816 സ്ക്വയർ കിലോമീറ്റർ ഫോറസ്റ്റ് കവർ വയനാട് ഡിസ്ട്രിക്റ്റിൽ 1950 ഉണ്ടായിരുന്നു. അത് 1980 ആകുമ്പോഴത്തേക്കും 852 അതേസമയത്ത് 2021 വരുമ്പോഴത്തേക്കും ഈ 2021 ഏകദേശം 252.8 സ്ക്വയർ കിലോമീറ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് കവറായിട്ട് അവിടെ ഉള്ളത്. അതേസമയത്ത് പ്ലാന്റേഷനിൽ വന്ന ചേഞ്ചസ് നോക്കൂ, ഏകദേശം 318 നയിക്കുന്നതെന്നാണ്. വനം കയ്യെ അല്ലല്ല 1950-ലെയും 80-ലെയും 2021-ലെയും ഞാൻ മാപ്പ് താങ്കൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം ഫോറസ്റ്റ് അത്തരം പ്രദേശങ്ങൾ വെട്ടിത്തെളിക്കപ്പെടുന്നു. പക്ഷെ എനിക്കറിയേണ്ടത് ഈ കടുവയെ വെടിവെച്ചു കൊന്നാൽ നിങ്ങളടക്കമുള്ളവർ കേസിന് പോകുമോ ഇല്ലയോ എന്നാണ്. തീർച്ചയായിട്ടും ഒരു മാനേറ്ററായിട്ട് അത് പ്രൂവ് ചെയ്യാത്തടത്തോളം കാലം അതിനെ ഹണ്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് പ്രസക്തമായ ഭാഗം. ശശീന്ദ്രനെ പോലെയുള്ളവരുണ്ട്, സർക്കാരിനും നിയമത്തിന്റെ നൂലാമാലകളിൽ വിശ്വസിക്കുന്ന ബ്യൂറോക്രാറ്റുകളും വനം വകുപ്പിനും ഇതിനെ ഒരു മാനേറ്ററായിട്ട് DFO പ്രഖ്യാപിച്ചാൽ പോലും കേസും കുറ്റവുമായിട്ട് നടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇത് ഭയന്നുകൊണ്ടാണ് ഇവരിൽ പലരും മാനേറ്ററായിട്ട് പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാത്തത്. അതുകൊണ്ടാണ് ഈ വന്യജീവി സംഘർഷത്തിൽ ഒരു പരിധിവരെ പ്രതിഷേധമുണ്ടാവുന്നത്. ഇതിനെ എങ്ങനെ നേരിടാനാണ് ഇനി നിങ്ങൾ പ്രതിപക്ഷം തീരുമാനിക്കുന്നത്? പി ഇസ്മായിൽ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അതിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പരാജയപ്പെട്ടു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഇരയാണ് ഇന്ന് വയനാട്ടിൽ ദാരുണമായ ഒരു അന്ത്യം. അതും സർക്കാരിൻ്റെ ഏറ്റവും വലിയ നിസ്സംഗതയുടെ അനാസ്ഥയുടെ ഇരയായിട്ടാണ് രാധയുടെ ഈ മരണത്തെ നമ്മളെല്ലാവരും നോക്കിക്കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 900 പേരാണ് വിവിധ വന്യജീവികൾ, അതിൽ കാട്ടാനയുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, കാട്ടുപന്നിയുണ്ട്, ഇത്തരം വന്യജീവികളുടെ അക്രമം കൊണ്ട്
ഏതാണ്ട് 900 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ഒരു വർഷം മാത്രം 105 പേർ കൊല്ലപ്പെട്ടു. വയനാട്ടിൽ തന്നെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 8ാമത്തെ ആളെയാണ് കടുവ കൊല്ലുന്നത്. കാട്ടാനയും മറ്റുമൊക്കെ കൊന്ന കണക്കുകൾ വേറെ. ഇപ്പം നികുതി നൽകുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണം. അവർക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അതിന് നിയമപരമായി ഭേദഗതിക്ക് ഇവിടെ നേരത്തെ CPMൻ്റെ പ്രതിനിധി CK ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു. നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കിയ കൂട്ടത്തിൽ അത് യാഥാർത്ഥ്യമാവണം. നമുക്കറിയാം, പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ ഏറ്റവും വലിയ ഒരു അഭിപ്രായമുണ്ട്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഭീഷണിയാകുന്ന സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഭരണഘടന അദ്ദേഹത്തിന് ഭീഷണി ഉയർത്തുന്നവരെ പ്രതിരോധിക്കാനും അദ്ദേഹത്തെ ശിക്ഷിക്കാനുമുള്ള നിയമമുള്ള നാട്ടിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഈ വന്യജീവികളെ നേരിടാൻ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള പ്രഗത്ഭനായ പരിസ്ഥിതി ചിന്തകൻ്റെ അഭിപ്രായം കൂടെ നമ്മളിവിടെ ചേർത്ത് വെക്കണം. അതുകൊണ്ട് അടിയന്തരമായി ഭേദഗതി വരുത്തണം. അതോടൊപ്പം ഈ 1972 വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതോടൊപ്പം സർക്കാർ ഇവിടെ പലപ്പോഴും ഇതിനെ തടയിടാൻ, വന്യജീവി ശല്യത്തെ അല്ലെങ്കിൽ ആക്രമണത്തെ തടയിടാൻ വേണ്ടി ഇപ്പോഴും വയനാട്ടിലെ പല പ്രദേശങ്ങളിലും പ്രാകൃതമായ രീതിയിൽ പടക്കം പൊട്ടിച്ചും പന്തം കൊളുത്തിയും പാത്രം കൊട്ടിയും അതോടൊപ്പം തന്നെ മരങ്ങളിൽ ഒക്കെ പ്രത്യേകമായ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ തുണികൾ കെട്ടിയും ഏറുമാടങ്ങളിൽ ഇരുന്നൊക്കെ കാവലിരുന്നു കൊണ്ടാണ് ഇതിനെ നേരിടുന്നത്. പുതിയ സംവിധാനങ്ങൾ, റെയിൽ ഫെൻസിങ്ങോ അതല്ലെങ്കിൽ മറ്റ് ഫെൻസിങ്ങുകളോ മറ്റ് സംവിധാനങ്ങളൊന്നും എല്ലായിടങ്ങളിലും എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പം സർക്കാരിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ ഇവിടെ വനത്തിന്റെ അവസ്ഥയൊക്കെ വിശേഷിപ്പിക്കുകയുണ്ടായി. എങ്ങനെ വന്യജീവി വയനാട് ചുരത്തിൽ മെച്ചപ്പെട്ട നിലയിലാണെന്നാണ് CK ശശീന്ദ്രൻ പറഞ്ഞത്, മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി. അതുകൊണ്ടാണ് വർഷത്തിൽ ഇങ്ങനെ ആളുകളുടെ കൊല്ലപ്പെടുന്ന എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മെച്ചപ്പെട്ടത് കൊണ്ടായിരിക്കുമോ? അത് അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. കാരണം എത്ര പേരെയാണ് കൊന്നിട്ടുള്ളത്? കാട്ടാന കൊന്നതിൻ്റെ, ഞാനിപ്പോൾ നേരത്തെ ഈ 10 വർഷത്തിനിടയിൽ കടുവ കൊന്നതിൻ്റെ കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഉത്തരവാദിത്തമുണ്ട്. അതെ, സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വനനിയമ ഭേദഗതി വേണം എന്നാവശ്യപ്പെടുന്നതിനോടൊപ്പം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് ചെയ്തോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമുക്കിപ്പം കോപ്പി, മരിച്ച രാധയുടെ ബന്ധു കൂടി ചേരുന്നുണ്ട്. കോപ്പി, സർക്കാരിനോട് നിങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രധാനമായിട്ടും ഫെൻസിങ് വേണം, ട്രെഞ്ചിങ് വേണം, ഇനിയും ഇതേപോലെ വന്യജീവി ആക്രമണം നടക്കാത്ത രീതിയിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വേണം, പെട്രോളിംഗ് വേണം തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ സർക്കാർ ഇപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ആ ഉറപ്പിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ഉറപ്പ് തല്ലുക എന്നല്ലാണ്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ. ഇവിടെ സ്റ്റോക്ക് ലൈൻ ഇട്ടിട്ടുണ്ട്. സ്റ്റോക്ക് ലൈൻ ഇട്ട് എന്നല്ലാണ്ട് അതിന് ചാർജൊന്നുമില്ല. അതെ, അതിന് പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ച് ചാർജ് ഇല്ല. പിന്നെ എങ്ങനെയാ? അതായത് ചാർജ് ചെയ്യുന്നില്ല, ഫെൻസിങ്ങിന് ചാർജിങ് ഉണ്ടാവുന്നില്ല പല സമയത്തും. അത് കോതമംഗലത്തും ഞങ്ങൾ കണ്ടതാണ്. അവിടെയും പറഞ്ഞു ഒരു സാധാരണ പെൻടോർച്ചിൻ്റെ പോലും ചാർജ് ഇല്ലാത്ത ഫെൻസിങ്ങുകളാണ്, വേലികളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇവിടെയും ആ രീതിയിൽ വേലി വേണ്ടത്ര സുരക്ഷിതമായ രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല അല്ലേ? ഇല്ല, അത് ആ സ്റ്റോക്ക് ലൈൻ ഉണ്ട് എന്നല്ലാണ്ട് അതിന് ചാർജൊന്നുമില്ല. ഏത് സമയത്തിനും ഏത് മൃഗത്തിനും കടന്നു വരാം. ഈ സർക്കാരിൽ നിന്ന് അപ്പോൾ കൂടുതൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? സർക്കാരിനടുത്ത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള സുരക്ഷത വേണം. അത് സർക്കാർ ചെയ്യുന്നില്ലല്ലോ. അതിപ്പോൾ സ്റ്റോക്ക് ലൈൻ ഇട്ടിട്ടുണ്ട്. അത് ബാറ്ററി പെട്ടിക്ക് ചാർജ് ഇല്ല, ഒന്നുമില്ല. പകൽ ഏത് സമയത്തും ഏത് ജീവിക്കും രാത്രി പകലെല്ലാം കടന്നു വരാം. പിന്നെ എങ്ങനെയാ സംവിധാനം ഉണ്ടാവുക? ഈ നിങ്ങളുടെ ആ പരിസരത്ത് ഉള്ളില് ഞങ്ങളെ ഈ പരിസരത്ത് ഞങ്ങളിവിടെ ഒരു 3 വീട്ടുകാരുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് നമ്മളതിര് തൊട്ട് പിന്നെ പ്രിയദർശിനി ഡെയിലി എസ്റ്റേറ്റാ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കടുവ വന്നിരുന്നോ? ഈ ആനയൊക്കെ വന്നിരുന്നു, കടുവ ഇതിനു മുൻപ് വന്നിരുന്നു ആ പരിസരത്ത് എപ്പോഴെങ്കിലും?
ഓ, കടുവ ഇത് നമ്മളെ പറമ്പ് കൂടെല്ലാം രാവിലെ നോക്കുമ്പോൾ നടന്നു വെച്ച കാൽപ്പാട് കാണും. നമ്മളെ വീടിൻ്റെ അടുത്തുകൂടെല്ലാം ഇങ്ങനെ കടുവ നടന്നു വെച്ച കാൽപ്പാടെല്ലാം കാണും. ഈ അടുത്തിടെ അങ്ങനെ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ കോപ്പി? കാൽപ്പാട് കാണാം രാവിലെ നോക്കുമ്പോൾ. അടുത്തിടെ കഴിഞ്ഞ നാളുകളിൽ എപ്പോഴെങ്കിലും മനസ്സിലായില്ല. കഴിഞ്ഞ നാളുകളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ? ആ, ഒരു 3-4 ദിവസം മുമ്പിൽ ഇതിൽ ഒരു കടുവ ഇറങ്ങി പോയതായിട്ട് കാൽപ്പാടെല്ലാം കണ്ടിട്ടുണ്ട്. ആ വിവരം വനംവകുപ്പിനെ അറിയിച്ചോ? നമ്മൾ വീട്ടിൻ്റെ അടുത്ത് കൂടെ ഇല്ല. അങ്ങനെ സാധാരണ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നമ്മളൊന്നും അറിയിച്ചില്ല. ഓക്കെ, ഇതാണ് CK ശശീന്ദ്രൻ. 3 ദിവസങ്ങൾക്ക് മുമ്പ് ആ പരിസരത്ത് കൂടി ഒരു കടുവ കടന്നുപോയി. വനംവകുപ്പ് അതറിഞ്ഞിട്ടില്ല. അതൊരു സ്വാഭാവിക രീതിയായി നാട്ടുകാർ കണക്കാക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതായത് നാട്ടിലേക്ക് കടുവ വരുന്നതും ആന വരുന്നതുമൊക്കെ ഒരു സ്വാഭാവികമായ ഒരു ജീവിത രീതിയായി തന്നെ ഈ നാട്ടുകാർ മനസ്സിലാക്കി തുടങ്ങുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു വലിയ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുന്നതാണ്. അവിടെയാണ് നമ്മുടെ ചോദ്യം. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇനിയും നമുക്ക് ഈ മലയോര കർഷകർക്ക് കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഫണ്ടില്ലാത്തതാണോ പ്രശ്നം? അതല്ല രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്തതോ? സൂചിപ്പിച്ചിരുന്നു, വയനാടിൻ്റെ ഒരു പ്രത്യേകതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 40% വനമുള്ള ഒരു ജില്ലയാണ് വയനാട്. അത് ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കി. ആ പ്രോജക്റ്റ് കേരള ഗവൺമെൻറ് മൊത്തത്തിലാണ്. അത് സംബന്ധിച്ച് 620 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കേന്ദ്ര മന്ത്രിക്ക് കേരളത്തിലെ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിസംഘം എന്ന നിലക്ക് ചെന്ന് ഞങ്ങൾ ആ കാര്യങ്ങൾ ഭൂപേന്ദ്ര യാദവിൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകിയിരുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം വേണ്ടത്ര വേഗതയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഒരു കാര്യം സംശയമില്ലാത്ത കാര്യമാണ്, മുന്നറിയിപ്പുകളും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി കുറേയും കൂടി ജാഗ്രതയോടെ, കുറേയും കൂടി ഗൗരവത്തോടെ കേരളത്തിലെ ഗവൺമെൻറ് കൂടി ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യണം. അക്കാര്യത്തിലൊരു തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ വേണം. നേരത്തെ ഇവിടെ ശശീന്ദ്ര ബാബു പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ കേട്ടോ? അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? നിയമമുണ്ട്, ഗൈഡ് ലൈൻ ഭയങ്കര ഗുരുതരമാണ്. ഞങ്ങൾ കടുവയെ വെടിവെച്ച് കൊല്ലാൻ തയ്യാറായാൽ ഞങ്ങൾ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് കോടതിയിൽ പോകാനുള്ള പോയിൻ്റ് അവർക്കുണ്ട്, അവർക്ക് കിട്ടും. അതാണ് അതിൻ്റെ വിഷയം. ഗൈഡ് ലൈൻ നമ്മൾ വിചാരിച്ചത്ര എളുപ്പമല്ല. നിയമം നടപ്പിലാക്കുന്നതിന് ഒറ്റ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ എന്തൊക്കെ പാലിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങൾ. ഇവിടെ രാധ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയെ കടുവ കൊന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമല്ല. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? പക്ഷെ അത് നരഭോജിയാണെന്ന് വീണ്ടും തെളിയിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് കൂട്ടിലിടാൻ പോലും പാടില്ല എന്നുള്ളതാണ്. അതാണ് വിഷയം. ഈ വിഷയം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ശ്രീ ഉല്ലാസ് ബാബു ഇവിടെ നേരത്തെ പറയുന്നത് കേട്ടോ, ഇത് കേരളത്തിലെ മന്ത്രിയുടെ ഒരു കുറവ് കൊണ്ടാണ്, അദ്ദേഹത്തിന് ശശീന്ദ്രൻ പറഞ്ഞോളൂ. ഞാനൊന്ന് ഇടപെട്ടോട്ടെ പറഞ്ഞോളൂ. അല്ല, ഞാൻ ഒരിക്കലും ആക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. കൂട്ടിൽ നമ്മൾ ശശിയേട്ടനെ നല്ലപോലെ അറിയാവുന്നതാണ്, ഞാൻ വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. എല്ലാ ബഹുമാനത്തോടു കൂടി പറയട്ടെ, കൂട്ടിലാക്കരുത് എന്ന് പറയുന്നില്ല. അതിന് ഫസ്റ്റ് ഇത് കൂട് വെച്ച് പിടിക്കുക എന്നുള്ളതാണ്. കൂട് വെച്ച് പിടിച്ചില്ലെങ്കിൽ ഡാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം അവസാന ഓപ്ഷനാണ് നമ്മളതിൽ പിന്നെ ഈ പറഞ്ഞ SOPയിൽ പറയുന്നത്, ഗൈഡ് ലൈൻസിൽ പറയുന്നത് പിന്നെ ഹണ്ട് ചെയ്യുക എന്നുള്ളത്, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ എലിമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊരു ഹാബിച്വൽ മാനേറ്റർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഹാബിച്വൽ മാനേറ്റർ എന്ന് പറഞ്ഞാൽ അതെ. അപ്പോൾ ഒരു സ്ഥിരമായിട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ മനസ്സിലാക്കി, ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ ഒരു നരഭോജി കടുവ എന്നുള്ള ഒരു മാനീറ്റർ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. ആ സ്റ്റേജിലേക്ക് കേരളം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ 1-2 ആക്സിഡന്റൽ ഇൻസിഡന്റ് നമ്മൾ അങ്ങനെ ഇനിയും മരണങ്ങൾക്ക് കാത്തിരിക്കേണ്ടതുണ്ടോ? ഇപ്പൊ രാധയുടെ മരണം നമ്മുടെ മുന്നിലുണ്ട്. 8 മരണമാണ് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ വയനാട് ജില്ലയിൽ കടുവ മൂലം സംഭവിച്ചിരിക്കുന്നത്. 8 മനുഷ്യജീവനുകൾ. ഒരു മിനിറ്റ് ഞാനൊന്ന്
അല്ല ഒന്ന് അരുൺ, ഞാൻ പൂർത്തിയാക്കിയില്ല, ഇടപെട്ടോട്ടെ. ഈ ഒരു കടുവയോ അല്ലെങ്കിൽ രണ്ട് കടുവയോ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇടപെട്ടെ, 2 മിനിറ്റ്, 1 മിനിറ്റ് മതി. ഈ ഒരു കടുവയോ രണ്ട് കടുവയോ പിന്നെ വെടിവെച്ച് കൊന്നതുകൊണ്ട് തീരുന്നതല്ല വയനാട്ടിലെ കടുവകളുടെ പ്രശ്നങ്ങൾ. വയനാട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കടുവ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതിനു മുമ്പ് നമ്മൾ 2014 നമ്മൾ 2017 എങ്ങാണ്ട് നമ്മൾ ഇരുന്നപ്പോഴും ഞാൻ ശശിയേട്ടനുള്ളപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ടൈഗർ എന്ന് പറയുന്നത് ഒരു 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 പിന്നെ ടെറിറ്റോറിയൽ അനിമലാണ്. ഒരു ടെറിറ്റോറിയൽ അനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ടെറിറ്ററിക്ക് അകത്ത് ഒരു ടെറിറ്ററി മെയിൻറ്റെയിൻ ചെയ്ത് ടെറിറ്ററിക്ക് അകത്ത് ജീവിക്കുന്ന ജീവിയാണ്. അപ്പോൾ അത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പിന്നെ വയനാട് ജില്ല മുഴുവൻ നടക്കുന്ന ഒരു ജീവിയല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്തത് കാട്ടിൽ, വയനാട്ടിൽ ഏകദേശം എനിക്ക് മനസ്സിലാക്കുന്നതിൻ്റെ ഫോറസ്റ്റിൻ്റെ കണക്കുണ്ട്, ഒരു 60% മോണോകൾച്ചർ പ്ലാന്റുകളാണ് വയനാട്ടിലെ വനം. ശശിയേട്ടൻ പറഞ്ഞു 40% വനമുണ്ടെന്ന്. അതിലെ ഏകദേശം 40-60% ടീക്ക് പ്ലാന്റേഷനും അക്കേഷ്യയും യൂക്കാലിപ്റ്റസും അടങ്ങിയ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. നമ്മൾ അവിടെ ചെയ്യേണ്ടത്, വയനാട്ടിൽ ചെയ്യേണ്ടത് ഒരു അത്യന്താവശ്യമായ കാര്യം ഹാബിറ്റാറ്റ് ഇക്കോ റെസ്റ്റോറേഷനാണ്. ആ ഹാബിറ്റാറ്റ് വീണ്ടെടുക്കുക എന്നുള്ളത്. നമ്മൾ ജനങ്ങളെ ഇറക്കി വിടണമെന്നോ ജനങ്ങളെ മുഴുവനും ആക്ഷേപിക്കുകയില്ല. അവിടെ ഒരു ഇക്കോ റെസ്റ്റോറേഷനാണ് നമുക്കവിടെ വേണ്ടത്. നിങ്ങൾ പ്ലാന്റേഷൻ മുഴുവൻ പ്ലാന്റേഷനായി നിർത്തുന്നു, പിന്നെ ഏറ്റെടുത്ത തോട്ടങ്ങൾ മുഴുവൻ തോട്ടങ്ങളായി തന്നെ നിലനിർത്തുന്നു. ഏകദേശം കേരളത്തിൽ ഉടനീളം 100,000 ചില്ലാനം ഹെക്ടർ ഭൂമി പാട്ടഭൂമികളുണ്ട്. അത് മുഴുവൻ പിന്നെ റിസർവ് ഫോറസ്റ്റിൻ്റെ സ്റ്റാറ്റസിലുള്ള പാട്ടഭൂമികളാണ്. 1,00,000 ഏക്കറോളം എൻ്റെ കയ്യിൽ കണക്കുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഈ പിന്നെ അത് പാട്ടകാലാവധി കഴിഞ്ഞതും ഇല്ലെങ്കിൽ മറ്റുള്ളതും കാലാവധി കഴിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങളെ നിങ്ങൾ ഇക്കോ റെസ്റ്റോറേഷൻ ചെയ്ത് ഈ ഒരു 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 പിന്നെ ഒരു പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതി വയനാട്ടിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഈ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിന് ഈ വനനിയമ ഭേദഗതി വേണമെന്ന് പറയലല്ലാതെ മറ്റു കാര്യമായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? വനം വകുപ്പിന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്നാണ്. ഒരു മിനിറ്റ് കൂടി അല്ല, 1 മിനിറ്റ്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ വിഷയം ഇത്തരം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് 2 തവണ ഞാൻ മിനിസ്റ്ററെ കണ്ടതാണ്. ഒരിക്കൽ പാലക്കാട് വെച്ചും ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ചും. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ വയനാടിന്റെ മാപ്പ് കൊടുത്തപ്പോൾ അദ്ദേഹം അത് നോക്കാൻ പോലും തയ്യാറായില്ല. ഞാൻ അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഇതിനകത്തൊരു വ്യക്തമായ പ്ലാൻ. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഈ സർക്കാരിന്റെ സർക്കാർ മാത്രം വിചാരിച്ചത് കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. ജനങ്ങളെയും കൂടെ പരിഗണന ഇപ്പോഴിതാ പഞ്ചായത്ത് സി കെ ശശീന്ദ്രൻ, ഇതാണ് ഞാൻ നിർഭാഗ്യവശാൽ ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നു. നമ്മുടെ വനം വകുപ്പ് മന്ത്രിയുടെ ശുഷ്കാന്തിയിൽ പൊതുവേ ജനങ്ങൾക്ക് സംശയമുണ്ട്. വനം വകുപ്പിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന മട്ടിൽ ജനങ്ങൾ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് വാസ്തവമല്ലേ സി കെ ശശീന്ദ്രൻ? അങ്ങനെയല്ല അതിനെ വിലയിരുത്തേണ്ടത്. വനംവകുപ്പ് മന്ത്രിക്ക് മാത്രമല്ലല്ലോ ഉത്തരവാദിത്തം. കേരളത്തിലെ ഗവൺമെൻറ്റിന് കൂട്ടുത്തരവാദിത്തമല്ലേ ഉള്ളത്. അതിൽ വനംവകുപ്പ് മന്ത്രിക്ക് പ്രത്യേക ഉത്തരവാദിത്തം ഉണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു നരഭോജിയുടെ ഗണത്തിൽപ്പെടുത്തിയിട്ട്. പക്ഷെ അത് സാധ്യമല്ല എന്ന രീതിയിലുള്ള ചില അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. ഒരു മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ ദുർബലനായ കടുവകളാണ് കാട്ടുനിന്ന് പുറത്തേക്ക് വരിക. അത് കെട്ടിയിട്ട മൃഗങ്ങളെയും അതുപോലെ തന്നെ ഈ മനുഷ്യരെയും ഒക്കെ ആക്രമിക്കുന്ന സ്വഭാവം അതിനുണ്ടാവും. ഒരു മനുഷ്യരക്തം പിന്നെ ഒരു പ്രാവശ്യം രുചിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു മനുഷ്യരെ വേട്ടയാടാൻ തുടങ്ങും, അല്ലെങ്കിൽ കൊല്ലാൻ തോണ്ടി തുടങ്ങും. അതുകൊണ്ടാണ് അതിനെ വെടിവെക്കാനും പിടികൂടാനും ഒക്കെയുള്ള നില സ്വീകരിക്കുന്നത്. ഈ ഗൈഡ് ലൈൻ അനുസരിച്ച് ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവാം, അതുണ്ടാവാം, ഇല്ല ഞാൻ പറയുന്നില്ല. നേരത്തെ പന്നിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞു. പന്നിയുടെ കാര്യം എത്ര പ്രാവശ്യം കേരളത്തിലെ ഗവൺമെൻറ് അതിനെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു, ചെയ്യുന്നില്ലല്ലോ. ഉല്ലാസ് ബാബു നേരത്തെ പറയുന്നത് കേട്ടാൽ തോന്നും ഈ കർണാടക അടുത്ത കാലത്ത് വരെ BJP ഭരിച്ചിരുന്നു. അവിടെ എത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടു വന്യമൃഗങ്ങളുടെ. പന്നിയുടെ കാര്യം പറയൂ. പന്നിയെ ക്ഷുദ്രജീവിയായി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കൂടിയാണ് കാട്ടുപന്നിയുടെ വിഷയം. വന്യജീവി സംഘർഷത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ആരാണ് വരിക? ആര് രക്ഷയെന്നാണ് ചോദ്യം. ശശീന്ദ്രബാബു നേരത്തെ കാട്ടുപന്നിയുടെ കാര്യത്തിൽ സർക്കാർ അതിനെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല എന്ന് CK ശശീന്ദ്രൻ സൂചിപ്പിച്ചിരുന്നു. താങ്കൾ എന്തോ എതിർത്തു. എന്താണ് താങ്കളുടെ എതിർവാദം?
അതിനൊരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈക്കോടതി 2 ദിവസം ഇന്നലത്തെ ഞാൻ പത്രത്തിൽ ഞാൻ വാർത്ത കണ്ടിരുന്നു. ഹൈക്കോടതി അത് പിന്നെ സർക്കാരിനോട് മറുപടി ചോദിച്ചിരിക്കുകയാണ്. ഈ ഹോണററി ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഹോണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അനുവദിച്ചു കൊടുത്തതിനെയാണ്. പന്നീനെ കൊല്ലാൻ വേണ്ടി മാത്രം ഹോണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി അനുവദിച്ചു കൊടുത്തതിനെയാണ് ഹൈക്കോടതി പിന്നെ നിശ്ചിതമായിട്ട് വിമർശിച്ചിരിക്കുന്നത്. ഈ ഹോണററി ആദ്യം ശശിയേട്ടൻ മനസ്സിലാക്കേണ്ടത് ഹോണററി വൈൽഡ് ലൈഫ് വാർഡൻ എന്ന പദവി വെടിവെച്ച് കൊല്ലാനോ ഇല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനോ ഉള്ളതല്ല. ഹോണററി വൈൽഡ് ലൈഫ് വാർഡൻ പറയുന്ന ഓരോ ജില്ലകളിലും സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പദവിയാണ്. അത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യജീവികളെ സംരക്ഷിക്കാനും കൺസർവേഷനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി വനം വകുപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോണററി പദവിയാണ്. അല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കൊടുക്കാനുള്ള ദാനം ചെയ്യാനുള്ള വെടിവെക്കാനുള്ള അവകാശം അങ്ങനെ കിട്ടുന്നതാണല്ലോ ഈ പ്രസിഡന്റുമാർക്ക്. അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെയല്ല കൊടുക്കേണ്ടത്. അല്ല അത് ഉപയോഗിക്കണമെങ്കിൽ അത് അങ്ങനെയല്ല ഉപയോഗിക്കേണ്ടത്. ക്ഷുദ്രജീവി അല്ലേ അടിസ്ഥാനമായി? എനിക്കൊരു മാധവകാട്ടിൽ പോലും ശ്രീ ശശീന്ദ്രബാബു കാട്ടുപന്നിയെയും മാനിനെയും വേട്ടയാടാനുള്ള അനുമതി കൊടുക്കണമെന്ന് പറയുന്ന പക്ഷക്കാരനാണ് ശശീന്ദ്രബാബു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു കടുവ അത് ഇപ്പോഴല്ല, ഭാവിയിലെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കാട്ടുപന്നികളിൽ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു. ഒരുപാട് മനുഷ്യർ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലാണ്. അപ്പോൾ മാധവകാട്ടിൽ തന്നെ പറയുന്നു പോച്ചിങ്, സ്വീഡനിൽ പോച്ചിങ് ഉണ്ട്, അതൊക്കെ അറിയില്ലേ? ഓസ്ട്രേലിയയിൽ പോച്ചിങ് ഉണ്ട്, അവിടെ കങ്കാരുവിനെ തന്നെ പോച്ചിങ് ഉണ്ട്. ഒരു 20 അല്ല അതിന്റെ കങ്കാരുവിന്റെ കാര്യം അല്ല ഒരു മിനിറ്റ് ശശീന്ദ്രബാബു, ഞാൻ അങ്ങ് പറഞ്ഞതിൽ ഭൂരിപക്ഷവും യോജിക്കുമ്പോഴും എനിക്കൊരു ആശങ്കയുള്ളത് ഈ കൺസർവേഷനിസം പറഞ്ഞൊരു ഘട്ടത്തിൽ വർത്തമാനകാലത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി അത് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം നമ്മുടെ മുന്നിൽ പ്രായോഗികമായിട്ട് ഒരു മനുഷ്യ മാംസം രുചിച്ചു കഴിഞ്ഞിരിക്കുന്ന കടുവ ഇപ്പോൾ വയനാട്ടിലുണ്ട്. ആ കടുവയെ വെടിവെക്കണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല അത് നമ്മൾ പറഞ്ഞത് അത് ആ കടുവ ഒരു ഹാബിച്വൽ മാനേറ്റർ ആണ്. നിയമപ്രകാരം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യുന്നത്. രാധയ്ക്ക് ശേഷം ഇനി ഒരു മനുഷ്യജീവൻ കൂടി ആ കടുവ എടുക്കണമെന്നല്ലേ ഗൈഡ് ലൈനിന്റെ വിഷയം. അങ്ങനെയല്ല, ഹാബിച്വൽ സ്ഥിരമായി അതെ, സ്ഥിരം എന്ന് പറഞ്ഞാൽ രാധയുടെ മാംസം രുചിച്ചു. ഇനി അടുത്ത ഒരു കർഷകന്റെ അടുത്ത ഒരു മലയോരത്തെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഈ ഇരിക്കുന്ന കോപ്പി അടക്കമുള്ള മനുഷ്യരിൽ ഒരാളെ കൂടി എടുത്താൽ ഹബിച്ചിലാവോ? അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. അത് സ്ഥിരമായിട്ട് ഇപ്പൊ നമുക്കത് മോണിറ്റർ ചെയ്യുക. സ്ഥിരമായിട്ട് അതേ സ്ഥലത്തേക്ക് വരുന്നുണ്ടോ? അവിടെയാണ് ഈ നിയമത്തിന്റെ ഒരു അപ്രായോഗികതയുള്ളത്. ശ്രീ ശശീന്ദ്രബാബു, നമുക്കിനി ഒരു ജീവനും വിട്ടുകൊടുക്കാൻ കഴിയില്ല. നമ്മുടെ മുമ്പിലുള്ള കണക്കുണ്ടല്ലോ, കാട്ടാന മാത്രം വയനാട്ടിൽ 153 പേരുടെ ജീവനെടുത്തു, കടുവ 8 പേരുടെ ജീവനെടുത്തു, പന്നി 2 പേരുടെ ജീവനെടുത്തു, കാട്ടുപോത്ത് 1, പാമ്പ് കടിയേറ്റത് 1. ഇതാണ് നിലവിൽ വയനാടിന്റെ അവസ്ഥ. ഇനി ജീവൻ നഷ്ടപ്പെടാനില്ല വയനാട്ടിൽ. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള നിയമത്തിന്റെ പഴുതുപയോഗിച്ച് മാനിറ്ററായിട്ട് പ്രഖ്യാപിച്ച് അതിനെ വെടിവെക്കുക എന്നതല്ലേ? അല്ല, ഇതിന് മാനേറ്ററായിട്ട് ഒരു ദിവസം ഇന്ന് രാവിലെ അതിനെ ഒരു മനുഷ്യൻ ആക്രമിച്ചു എന്ന് പറയുന്നു, പിന്നെ അതിനെ കൊന്നു, ശരിയാണ്, പിന്നെ ദാരുണമായിട്ട് സംഭവമാണ്. നമ്മൾ അതിൽ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, ന്യായീകരിക്കുന്നില്ല. പക്ഷേ അതിനൊരു സംവിധാനമുണ്ടല്ലോ, ഒരു സർക്കാർ. എന്നാൽ പിന്നെ എല്ലാവർക്കും കണ്ടതിനെയൊക്കെ വെടിവെച്ച് കൊല്ലാമല്ലോ. പിന്നെ ഒരു ഘട്ടം കഴിയുമ്പോൾ മനുഷ്യജീവൻ അപകടകരമായി വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആ വന്യജീവികളെ വെടിവെച്ച് അവയുടെ മാംസം എടുത്ത് ഭക്ഷിക്കണമെന്നാണ് മാധവ് ഗാഡ്ഗിൽ പറയുന്നത്. താങ്കൾ അതിനോട് യോജിക്കുന്നില്ലേ ശശീന്ദ്രബാബു?
അല്ലല്ല, ഗാഡ്ഗിൽ മാത്രമല്ലല്ലോ, ഗാഡ്ഗിലിന്റെ പല ഈ സയന്റിസ്റ്റുകളുടെ പല കാര്യങ്ങളോടും നമുക്ക് വിയോജിപ്പുണ്ട്. വയനാട്ടിലെ വിഷയം ലഘൂകരിക്കുക, വയനാട്ടിലെ ഇതൊരു സൈദ്ധാന്തികമായ ചർച്ചയിൽ മനസ്സിലാകും. പക്ഷേ ഒരു മനുഷ്യൻ ജീവൻ നഷ്ടപ്പെട്ട് വയനാട്ടിലിരിക്കുമ്പോൾ ഹബിച്വൽ മാനിട്രായിട്ട് ആ കടുവയെ പ്രഖ്യാപിക്കണമെങ്കിൽ നിലവിലുള്ള ചട്ടം തടസ്സമാണെങ്കിൽ ചട്ടമാണ് മാറ്റേണ്ടത്, പകരം ഒരു മനുഷ്യനെയല്ല കൊടുക്കേണ്ടത്. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. പിന്നെ ആർട്ടിക്കിൾ 21 എന്താണ് നമ്മൾ പറയുന്നത്? നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത, നമുക്ക് ഉത്തരവാദിത്വവും റെസ്പോൺസിബിലിറ്റിയും നമുക്കുണ്ട്. മൃഗങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ബാധ്യതയാണ്, കടമയാണ്. പക്ഷേ ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫ് ഒരു മൗലിക അവകാശമാണ്. ആർട്ടിക്കിൾ 21 പ്രകാശം ആ മൗലിക അവകാശം സംരക്ഷിച്ചു പിടിക്കാനുള്ള അവകാശമുണ്ട്. അത് സ്റ്റേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ വൈൽഡ് ലൈഫ് ആക്ടിലെ സെക്ഷൻ 11(1)(a) അതിനൊരു തടസ്സമായി തീരരുതെന്നുള്ളതാണ് എന്റെ വാദം. താങ്കൾ പറഞ്ഞതിനെ ഞാൻ അതിന്റെ പരിസ്ഥിതിയുടെ പ്രത്യാഘാതത്തിന് വിശാലമായ അർത്ഥത്തിൽ അംഗീകരിക്കുമ്പോഴും തൊട്ടുമുന്നിലുള്ള കടുവ ഒരു മാനിട്രായിട്ട് നിൽക്കുമ്പോൾ ഹബിച്വലാണെന്ന് തെളിയിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. സി കെ ശശീന്ദ്രൻ, നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു പൊസിഷൻ ആയിരിക്കുമോ? അല്ല, നമ്മൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെ എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള അവകാശമില്ലേ? ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോ അത്തരമൊരു വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, 25,000 ശക്തമായ അതിന് കേന്ദ്ര ഗവൺമെന്റ് പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ പിൻവലിക്കാം. ഹിമാചൽ പ്രദേശിൽ കുരങ്ങിനെ വെടിവെച്ചു കൊല്ലാൻ പറഞ്ഞില്ലേ? ഇപ്പോ ഒരു കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുന്നതിന് പോലും തടസ്സം നിൽക്കുന്ന ഒരു മാനീറ്റർ പോരാ, ഒന്നിലധികം മനുഷ്യരെ കൊന്നാൽ മാത്രമേ ഹാബിച്വൽ മാനീറ്ററെ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് സാങ്കേതിക തടസ്സം മുന്നിൽ നിർത്തുന്ന ഒരു നിയമത്തിന്റെ ഭേദഗതി ഇനിയും എത്ര നാൾ നമ്മൾ കാത്തിരിക്കണം? ഉല്ലാസ്, 100% വയനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഇവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ദേശീയ മൃഗമായ കങ്കാരുവിനെ പോലും വെടിവെച്ചു കൊല്ലാനും വേട്ടയാടാനുമുള്ള അവസരം നൽകുമ്പോഴാണ് ഇത്തരം പ്രതിബന്ധങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത്. കറക്റ്റ്. ഉല്ലാസ്, മറുപടി. ഞാൻ ചോദിച്ച മുകേഷ് മരിച്ചപ്പോഴും വത്സ മരിച്ചപ്പോഴും അതുപോലെ തന്നെ അബ്രഹാം മരിച്ചപ്പോഴും ഇന്നര മരിച്ചപ്പോഴും അതുപോലെ തന്നെ ഈ അമീർ മരിച്ചപ്പോഴും സരോജിനി മരിച്ചപ്പോഴും ഒക്കെ ഇവരൊക്കെ വന്ന് പറഞ്ഞിരുന്നത് ഇതേപോലെ തന്നെയാണ്. ഇതേ മന്ത്രി പറഞ്ഞത് ഇതേപോലെ തന്നെയാണ്. ഞാൻ ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ബഹുമാനായിട്ടുള്ള CPM-ന്റെ പ്രതിനിധി ഒക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് മന്ത്രിയുടെ പ്രാപ്തി കുറവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ വകുപ്പിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുള്ളത് പഠിക്കാനുള്ള കൃത്യമായിട്ടുള്ള അറിവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉല്ലാസ് ബാബു, നിയമം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ഗൈഡ് ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൈഡ് ലൈനാണ് തടസ്സം. അതെന്താ മാറ്റുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പ്രയാസം? അവരുടെ കഴിവുകൊണ്ടല്ല. ഇപ്പൊ തന്നെ കടുവയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ വന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? നിയമപരമായ തടസ്സങ്ങളുണ്ട്. ശ്രീ ശശീന്ദ്ര ബാബു അങ്ങനെ പറയാൻ കാരണം നിയമപരമായ പിൻബലം ഉള്ളത് കൊണ്ടാണ്. അതെ, ആ പിൻബലത്തിന്റെ നിയമപരമായ പിൻബലം ഉള്ളത് കൊണ്ടാണ്. നിയമപരമായ പിൻബലം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ഒഴിവാക്കാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് വിഷയം. പരിധിയില്ലേ? സമയത്തിന്റെ പരിമിതിയുണ്ട്. സി കെ ശശീന്ദ്രൻ, ഒപ്പം പി ഇസ്മയിൽ, കോപ്പി ഈ മരിച്ച രാധയുടെ ബന്ധുവും കാപ്പി വിളവെടുപ്പ് സ്ഥലത്തിന്റെ ഉടമയും PV അൻവർ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ ചർച്ചയിൽ ചേർന്നു. Debate with Dr. Arun Kumar.